JRCM. ഞാൻ ക്രിസ്റ്റീന, ചാലക്കുടി മാരാങ്കോട് നിന്ന് വരുന്നു. എനിക്ക് ഈ മഹത്തായ പ്രസ്ഥാനം പരിചയപ്പെടുത്തി തന്നത് സ്റ്റാർ ഗോൾഡ് പൊസിഷനിലുള്ള ബാബു സാറും ജിൻ ടീച്ചറാണ്. ഈ നിമിഷത്തിൽ ഒത്തിരി നന്ദിയോടുകൂടി ഞാൻ അവരെ ഓർക്കാണ്. ഒത്തിരി ലീഡേഴ്സ്, എമറാൾഡ് അനിരുദ്ധൻ സാറ്, ഷൈനി മാഡം, സ്റ്റാർ എമറാൾഡ് ഗിരീഷ് സാറ്, ജിഷ മാഡം, എല്ലാവരും ഒത്തിരി സപ്പോർട്ടോട് കൂടി നിൽക്കുന്നത് കൊണ്ട് എന്താ പറയാ, അത്രയും എക്സൈറ്റഡ് ആണ്. 3 ദിവസത്തെ ഡൽഹി യാത്ര അത് വേറൊരു ലെവലില് എത്തിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ സുരാഗ് സാറിന്റെ നേതൃത്വത്തിൽ കിട്ടി. ഞങ്ങളൊക്കെ ഭയങ്കര 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങോട്ട് നീക്കി ഇരുത്തപ്പെടുന്ന ഒരു ടൈമാണ്. പക്ഷെ അതൊക്കെ ഒരു ബിഗിനിങ് മാത്രമാണെന്ന് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഈ യാത്ര. ഒത്തിരി സന്തോഷത്തോടു കൂടി അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത് അക്രീഷ്യ, അതിനെ കുറിച്ചാണ്. ടൈഗർ സന്തോഷ് സാറിന്റെ മനോഹരമായ വാക്കുകളിൽ കൂടെ നമുക്ക് തുടങ്ങാം. 4 തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ ടീമുകളിൽ ഉണ്ടാവുക. ഒന്നും അറിയാത്തവര്, അവർക്കൊന്നും അറിയില്ല എന്ന് അവർക്കും അറിയില്ല. സോ നമുക്ക് അവരെ കുറിച്ച് ചിന്തിക്കേണ്ട, അവരെ വിട്ടുകളയാനാണ് സാറ് പറഞ്ഞത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഒന്നും അറിയാത്തവര്, പക്ഷെ അവർക്കറിയാം അവർക്കൊന്നും അറിയില്ല എന്ന്. നമ്മുടെ കുട്ടികളെ പോലുള്ളവര്. അപ്പൊ അവർക്ക് ഒന്നും അറിയില്ല എന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. സോ നമുക്ക് അവരെ കുട്ടികളെ പോലെ എടുത്ത് നമുക്ക് പഠിപ്പിക്കാം. മൂന്നാമത്തെ ഒരു ടീമുണ്ട്, അവർക്ക് എല്ലാം അറിയാം, പക്ഷെ അവർക്ക് ഒന്നും അറിയില്ല എന്നാണ് അവരുടെ വിചാരം. എല്ലാം അറിയുന്നവര് ഒന്നും ചെയ്യാതിരുന്നാലുള്ള ഒരു വിഷയം. അപ്പൊ അവരെ നമുക്ക് ആ വിഭാഗത്തിൽ നിന്ന് ഓടിച്ചു വിടണം എന്നാണ് സാറ് പറഞ്ഞത്. നാലാമത് വരുന്ന ആൾക്കാരാണ് നമ്മുടെ ടീമിനെ ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറെ കാര്യങ്ങൾ അറിയാം. ആ അറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തനത്തിൽ കൊണ്ടുവരാം എന്നതുകൂടി അവർക്കറിയാം. സോ അവര് വർക്ക് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരെ തേടി പിടിക്കുക, അവരെ നമ്മുടെ ടീമിനോട് ചേർക്കുക, നമ്മുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യാം. അതിനുശേഷം സാറ് പറഞ്ഞ ഒരു വേർഡാണ് അക്രീഷ്യ. അക്രീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതൊരു സൈക്കോളജിക്കൽ മൂവ് ആണ്. നമ്മളെല്ലാവരും ഒരുപക്ഷെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട നേരത്ത് ചെയ്യാതിരിക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ. ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യരുതാത്ത നേരത്ത് ചെയ്യുക. അതായത് ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള ബ്രേക്ക് ദി ലിമിറ്റ്സ്, നമ്മുടെ ബൗണ്ടറീസിനെ നമ്മൾ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ചേഞ്ചസ് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളോട് നമ്മുടെ മൈൻഡ് പറഞ്ഞുകൊണ്ടേയിരിക്കും, വേണ്ട, ഇത് നിന്റെ കംഫർട്ട് സോൺ ആണ്, നീ അതിൽ തന്നെ നിന്നാ മതി. അപ്പൊ നമുക്കുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് എപ്പോൾ ഒരു ബ്രേക്ക് ത്രൂ കിട്ടണോ ആ ടൈമിലാണ് നമുക്ക് നമ്മളിൽ ആക്റ്റീവായിട്ട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്. സാർ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്, എവറിത്തിങ് ഈസ് പോസിബിൾ വെൻ ദ ചേഞ്ച് കംസ്. മാറ്റം വരുമ്പോൾ നമുക്ക് എല്ലാം സാധ്യമാണ്. കാരണം സാറിന്റെ ആദ്യത്തെ വാക്ക് ഇതായിരുന്നു, എവറിത്തിങ് ഈസ് പോസിബിൾ എന്നുള്ളതിന് പകരം നത്തിങ് ഈസ് പോസിബിൾ എന്നായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ പാരഡൈം മൊത്തം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാം സാധ്യമാകും. അതിനുവേണ്ടി മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റത്തിൽ വേദനയുണ്ട്, മാറ്റത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, പ്രശ്നങ്ങൾ വരുന്നുണ്ട്, പുതിയ ബന്ധങ്ങൾ വരുന്നുണ്ട്, പഴയതിനെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ ഈ പ്രശ്നങ്ങളിൽ ഉരുകി തീർന്നുകൊണ്ട് മാറിയെടുക്കുന്ന ആ ഒരു പുതിയ മാറ്റം, അതിന് അക്രീഷ്യ എന്നുള്ള നമ്മുടെ ആ പിൻവലിക്കുന്ന സ്വഭാവത്തെ നമ്മൾ മാറ്റണം. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രോട് കൂടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സർവേശ്വരന് നന്ദി. ഒത്തിരി ഗ്രേറ്റ് ലീഡേഴ്സിന് ബിനു സാറ് ആദ്യമേ തന്നെ നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഞാനും ഈ അവസരത്തിൽ അവരെല്ലാം നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഈ യാത്രയില് 23-ാം തീയതി തുടങ്ങിയ യാത്രയില് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ ചൂടുള്ള കാലാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഒരു തണുപ്പിലേക്ക് കയറാണ്. ഡൽഹിയില് 13 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു നമ്മുടെ ടെമ്പറേച്ചർ. അതായത് നല്ല മഞ്ഞാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ കുറച്ച് അടിച്ചു പൊളിച്ചൊക്കെയാണ് പോയത്. അപ്പൊ അങ്ങനെ പോകുന്ന യാത്രയില് നല്ല ടോൺസിലൈറ്റിസിനുള്ള ഒരു സാധ്യതയൊക്കെ വന്നു. അപ്പോഴാണ് ഞങ്ങളുടെ കൂടെയുള്ള സുരാഗ് സാറ്, എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ കയ്യിലുണ്ട്, എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ പറഞ്ഞു, ടാബ്ലറ്റ് എടുക്കുക, നമ്മുടെ ക്യാപ്സൂൾ എടുക്കുക, പതുക്കെ കടിച്ചു പൊട്ടിക്കുക, എന്നിട്ട് അത് ഉണങ്ങി ഇറക്കാൻ പറഞ്ഞു. ഒരു 10-15 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നല്ല രീതിയിൽ ഇവിടെ വീർത്ത് ഇങ്ങനെ വെള്ളം പോലെ ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരുന്ന ഞങ്ങളിലെ എല്ലാവരുടെയും ആ വേദന തീരുക മാത്രമല്ല, വീണ്ടും നോർമൽ ആവുകയും ചെയ്തു. സോ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്
ന്യൂട്രിചാർജ് S5 സൂപ്പർ 5 കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ന്യൂട്രിചാർജ് പ്രോഡക്ട്സിൽ നമുക്ക് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്. ഇതിന്റെ സൂപ്പർ 5 എന്ന് പറയുന്ന കണ്ടന്റ്സ് നമ്മുടെ കരിഞ്ജീരകം, ആര്യവേപ്പ്, തുളസി, പുതിന, കറ്റാർവാഴ ഇതാണ്. ഇത് നമുക്ക് നമ്മുടെ മുഖത്തെ കുരുക്കൾ മാറാൻ, വെള്ളം കെട്ടി നിൽക്കുന്ന പോലത്തെ കുരുക്കൾ, അത് ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയും, കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ, പിഗ്മെന്റേഷൻ, ചൊറിച്ചിൽ പോലുള്ള, എക്സിമ പോലുള്ള സ്കിൻ ഇൻഫെക്ഷൻസ് മാറാനായിട്ടൊക്കെ, അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ, ഇനി നമ്മുടെ വയറ് സംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ, അസിഡിറ്റി ഉണ്ടെങ്കിൽ അത് മാറാൻ, സോറിയാസിസ് പോലുള്ള സ്കിൻ ഇൻഫെക്ഷൻ മാറാൻ, തുമ്മല്, അലർജിക് ആയിട്ടുള്ളത് അത് മാറാനായിട്ട്, നമ്മുടെ കിഡ്നി, ഹാർട്ട്, ലിവർ, നമ്മുടെ എല്ലുകള്, അതുപോലെ തന്നെ ജോയിന്റ്സ് എല്ലാം ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി നമ്മളെ ശക്തരാക്കുന്ന ന്യൂട്രിചാർജിന്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് ന്യൂട്രിചാർജ് S5. ഇനി ഇതിൽ നമുക്ക് ഓരോന്നിനെ കുറിച്ച് നോക്കാം. ബ്ലാക്ക് സീഡ് ഉണ്ട്, കരിഞ്ജീരകം 200 മില്ലിഗ്രാം ആണുള്ളത്. അതിൽ തൈമോക്കിനോൺ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മളുടെ വെയിറ്റ് ലോസിനെ, അതുപോലെ നമ്മുടെ സ്കിൻ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാനായി, അതുപോലെ നമ്മുടെ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാൻ, ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്, ഡയബറ്റിക് ആണെങ്കിൽ അത് അവർക്ക് പോലും ഉപകാരപ്രദം, സ്കിൻ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യാൻ, ഈ സ്കിന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓയിലുകളിലും, മസാജിങ് ഓയിലുകളിലും ഉപയോഗിക്കുന്നുണ്ട് തൈമോക്യുനാൻ. പിന്നെ ഷാംപൂ, നമ്മുടെ ഹെയറിന് വേണ്ടിയുള്ള ഷാംപൂ വീടുകളിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലാക്ക് സീഡ് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കണേല്, ഇനി മണത്തിന് വേണ്ടി നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ അതിലും നമ്മൾ ഈ ജീരകം ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെയാണ് തുളസി ബ്ലെൻഡ് പറയുന്നത്. 3 തരത്തിലുള്ള തുളസികളുടെ ആ ബ്ലെൻഡ് 150 മില്ലിഗ്രാം ആണ് വരുന്നത്. നമുക്കറിയാം തുളസി സർവ്വരോഗ സംഹാരിണിയാണ്, ആന്റി ഓക്സിഡന്റ് ആണ്. അതിൽ 2 തരത്തിലുള്ളത് ബീറ്റ കരോട്ടിൻ ഉണ്ട്, ആന്തോസയനിൻ ഉണ്ട്. ഈ 2 കാര്യങ്ങൾ അതിലുണ്ട്. ഇത് നമ്മുടെ അകാല വാർദ്ധക്യത്തിനെ തടയുന്നു, ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റപ്പ് ചെയ്യും, അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടും, ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഫംഗൽ ആണ്, മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാനായിട്ട് തുളസി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആന്റി ക്യാൻസറസ് ആണ്, ഡൈജഷൻ, ദഹനേന്ദ്രിയത്തിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാൻ, ചുമ, ജലദോഷം പോലുള്ളത് മാറാൻ, ഡയബറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഷുഗർ പോലുള്ള അസുഖങ്ങള്, ആസ്തമ പോലുള്ള കണ്ടീഷൻസ് മാറാനായിട്ടും തുളസി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത വരുന്ന കണ്ടന്റ് ആണ് നീം, ആര്യവേപ്പ്. 100 മില്ലിഗ്രാം ആണ് വരുന്നത്. നമ്മുടെ ഗ്ലോയിങ് സ്കിന്നിനായിട്ട്, ഇപ്പൊ എന്റെ സ്കിന്നൊന്നും വലിയ കുഴപ്പമില്ല, ഒരു നല്ല യാത്രയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കുരുക്കളും ചൊറികളും ഒക്കെ വരുന്നതാണ്. പക്ഷെ ഞങ്ങൾ ശരിക്കും ന്യൂട്രിചാർജിൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് ആരോടും പറയണ്ട, ഞങ്ങൾ ഇടയ്ക്കിട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിരുന്നു. പക്ഷെ 3 ദിവസം അടിപൊളി നമ്മുടെ കൗണ്ടറുകളിൽ നിന്ന് 26, 27, 28 അടിപൊളി ഫുഡ്, നമ്മുടെ സ്വച്ഛയുടെ ഫുഡ് തന്നെയാണ് എടുത്തത്. നമ്മുടെ ചനാദാലും അതുപോലെ തന്നെ ചപ്പാത്തി, പരോട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു. അത് അടിപൊളിയായിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒട്ടും ഒരു കോംപ്രമൈസ് ചെയ്യേണ്ട പ്രശ്നം വന്നിട്ടില്ല. അപ്പൊ നമ്മൾ നീമിനെ കുറിച്ച് പറയണത് നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട്, അത് മാത്രമല്ല ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി പാരസിറ്റിക് ആണ്. നമ്മുടെ സ്കിന്നിൽ വേറെ ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഷഡ്പദം വന്നിരുന്ന്, അല്ലെങ്കിൽ ഒരു അണു വന്നിരുന്ന് നമ്മുടെ ശരീരത്തിലെ എനർജി, നമ്മുടെ വെള്ളം, നമ്മുടെ രക്തം ഊറ്റി കുടിക്കുക, പാരസിറ്റിക്, അത് അങ്ങനെ വരാതിരിക്കാൻ ആന്റി പാരസിറ്റിക് ആണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്, ആന്റി ഫംഗൽ ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി, ശരീരത്തിൽ നീര് വെക്കുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ആ നീർക്കെട്ട് വലിയാനായിട്ട്, അത് കുറയ്ക്കാനായിട്ട് ആര്യവേപ്പ്, അനാൽജസിക് ആണ്, വേദന സംഹാരി. ഇനി നമുക്ക് നമ്മുടെ കോമൺ ആയിട്ടുള്ള ബ്യൂട്ടി പ്രോബ്ലംസ് വരാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മുടെ എന്താ പറയുക, സ്കിന്നിൽ പിഗ്മെന്റേഷൻ, ആന്റി ഏജിങ് ആയിട്ടുള്ളതൊക്കെ, അതൊക്കെ മാറാനായിട്ടും ഒത്തിരി നല്ലതാണ്. ഡിറ്റോക്സിഫിക്കേഷൻ നടക്കാനായിട്ട്, ബ്ലഡിൽ നമുക്ക് അനാവശ്യകരമായിട്ടുള്ള വിഷാകരമായിട്ടുള്ള അംശങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ അത് പോവാനായിട്ട്. ഇനി അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സി കണ്ടന്റ് നിർത്താനായിട്ട്, അത് നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്, ഇങ്ങനെ കറുത്ത രീതിയിലുള്ള കുത്തുകൾ പോലെ വന്ന് ആണി പോലെ വരും, ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ് ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരം സംഭവങ്ങൾ കുറയ്ക്കാനായിട്ട്, ആന്റി ഏജിങ് ആണ്, നമ്മുടെ ലിവറിന്റെ ഫങ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ട്, ഡൈജഷൻ, റെസ്പിറേഷൻ, ദഹനേന്ദ്രിയം അതുപോലെ ശ്വസനേന്ദ്രിയം പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ടും നമുക്ക് നീം, ആര്യവേപ്പ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് കറ്റാർവാഴ. 25 മില്ലിഗ്രാം വരുന്ന കറ്റാർവാഴ ഒരു മിറാക്കിൾ പ്ലാന്റ് ആണ്, അത്ഭുത ശേഷിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്, നമ്മുടെ ഹെയർ, സ്കിൻ,
ഹെൽത്തി ആയി സൂക്ഷിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനർജി ഡ്രിങ്കുകളിലും വരുന്നുണ്ട്. കോസ്മെറ്റിക് ഉണ്ടാക്കാനായാലും, അതായത് നമുക്ക് അലോവേര, കറ്റാർവാഴ എന്നുള്ളത് പുറത്തേക്കും ഉപയോഗിക്കാം, അതുപോലെ അകത്തേക്കും ഉപയോഗിക്കാം. ക്ലെൻസർ ആണ് ഇത്, നമ്മുടെ ശരീരത്തിൽ ഹാനികരമായിട്ടുള്ള പദാർത്ഥങ്ങളെ പുറത്തോട്ട് തള്ളാനായിട്ട്. ഇപ്പൊ മുഖത്ത് നമ്മൾ കറ്റാർവാഴ, അതായത് നമ്മുടെ മൾട്ടിപർപ്പസ് ക്രീം ഉണ്ട്, മോയ്സ്ചറൈസ്ഡ് ആണ്, നമ്മുടെ സ്കിന്നിന് സൂതം ചെയ്യാനായിട്ട്, സോഫ്റ്റ് ആക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ ലാക്സേറ്റീവ് ആണ്. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഗ്യാസ്ട്രിക് ആണ് നമ്മുടെ വയറെന്നുണ്ടെങ്കിൽ, നമുക്ക് ഗ്യാസ് ഒക്കെ നന്നായി പോയി നമ്മുടെ ഡൈജഷൻ നോർമൽ ആവാനായിട്ട് നല്ലൊരു ക്ലെൻസർ ആയിട്ട് അലോവേര ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ വയറ്റിന്ന് പോകാനായിട്ടും നമുക്ക് അലോവേര ആ കണ്ടന്റ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് പുതിന. 10 മില്ലിഗ്രാം ആണ് വരുന്നത്. പുതിന നമുക്കറിയാം, പുതിന ചായ ഒക്കെ നമ്മൾ കഴിക്കാറുള്ളതാണ്. പുതിന വരുന്നത് നമ്മുടെ ഡൈജഷൻ ഓക്കെ ആക്കുന്നുണ്ട്. അലർജിക് ആയിട്ടുള്ള സിംറ്റംസ്, അതായത് ചുമ, ജലദോഷം, തുമ്മല് പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഈ ജലദോഷമൊക്കെ വരുമ്പോൾ നമുക്ക് അസ്വസ്ഥതകൾ വരും. അപ്പോഴത്തെ ആ പ്രശ്നങ്ങൾ കുറയാനായിട്ട് ഹാലിറ്റോസിസ് എന്ന് പറയും, നമ്മുടെ വായില് ബാഡ് ബ്രീത്ത്, അതായത് എന്താ പറയാ, വായിൽ നിന്ന് ഇങ്ങനെ ദുർഗന്ധം വരുന്നൊരു അവസ്ഥ. അപ്പൊ ആ മണം കുറയ്ക്കാനായിട്ട് അടിപൊളിയാണിത്. പിന്നെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ട് പുതിന കണ്ടന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജലദോഷത്തിന്റെ സിംറ്റംസ്, അതായത് നമ്മുടെ ബോഡിയുടെ ജനറലൈസ്ഡ് വീക്ക്നെസ്, അതുപോലെ തുമ്മല്, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ക്ഷീണം, തളർച്ച, അത്തരം കാര്യങ്ങളൊക്കെ മാറാനായിട്ടും. ഇനി പുതിന ഇല നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ കുട്ടികളെ നിപ്പിൾ കടിക്കുമ്പോൾ അങ്ങനെ വിണ്ട് പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ പുതിന ഇല അരച്ച് നമ്മളത് പെരട്ടാണെങ്കിൽ, നിപ്പിളില്, ബ്രസ്റ്റിന്റെ നിപ്പിളില് പെരട്ടാണെന്നുണ്ടെങ്കിൽ ആ വേദന കുറയ്ക്കാനായിട്ട് നമുക്ക് ഒത്തിരി നല്ലതാണ്. ഇനി ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്, രോഗപ്രതിരോധ ശേഷിക്ക്, മുഖത്ത് കുരുക്കൾ മാറാനായിട്ട്. ഇനി പുതിന, ഈ ഗർഭാവസ്ഥയിൽ നമുക്ക് മോർണിംഗ് സിക്നസ് ഉണ്ടാവും, രാവിലെ ഛർദിയോ അല്ലെങ്കിൽ ഛർദിക്കാൻ വരവ്, നൊസിയേറ്റഡ് ഒക്കെ ആവും. ആ ഒരു സിറ്റുവേഷനിൽ പുതിന നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിന നമുക്ക് ഈ ഛർദി എന്നുള്ളൊരു ആ ഒരു രീതി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അലർജിക്ക് ട്രീറ്റ്മെന്റിന്, ആസ്മയ്ക്ക് ട്രീറ്റ്മെന്റിന്, അതുപോലെ തന്നെ ജലദോഷം, നമ്മുടെ വായുടെ മൊത്തത്തിലുള്ള ഹൈജീൻ, അതായത് വൃത്തിക്ക്, ശുചിത്വത്തിന് നമുക്കത് ഉപയോഗിക്കാം. ഇനി സ്ട്രെസ് ഉണ്ടെങ്കിൽ, നമ്മൾ ടെൻഷനിലാണെന്നുണ്ടെങ്കിൽ ഒരു പുതിന ചായ കുടിച്ച് നമ്മൾ ഒരു ഫാനിന്റെ ചൂടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആഹാ എന്ത് രസം എന്ന് നമുക്ക് പറയാനായിട്ട് തോന്നും. മീൻസ് നമ്മുടെ മൈൻഡ്, ബോഡി ആ ഒരു ബാലൻസിങ് പ്രോപ്പർ ആയിട്ട് നിർത്താനായിട്ട് പുതിനയ്ക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ 5 പവർഫുൾ ആയിട്ടുള്ള ഹെർബ്സ് ആണ്, ആയുർവേദ കണ്ടന്റ് ആണുള്ളത്. അപ്പൊ നമ്മൾ എല്ലാ അസുഖങ്ങളിൽ നിന്നും നമ്മളെ ഒഴിവാക്കി നിർത്താനായിട്ട് സൂപ്പർ 5ന് സാധിക്കുന്നുണ്ട്. ന്യൂട്രിചാർജിന്റെ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് S5. ഇനി നമുക്ക് കോമൺ ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ എന്തൊക്കെ, ഞാനിത് ഓരോ കണ്ടന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഇത് കഴിക്കുമ്പോൾ നമുക്കൊരു ഡിറ്റോക്സിഫയർ ആണിത്. അതുപോലെ അസിഡിറ്റി കുറയ്ക്കാൻ, നീർക്കെട്ട് കുറയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട്, നമ്മുടെ കുടലിലൊക്കെ എന്തെങ്കിലും പുണ്ണ് പോലെ അസ്വസ്ഥതകൾ ഉണ്ടാവുക, പൊട്ടലുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട്, ഇനി വയറുവേദന ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട്, നമ്മുടെ ശരീരത്തിൽ ഈ വിഷകരമായിട്ടുള്ള പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കയറുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറേ ചേഞ്ചസ് കൊണ്ടുവരും, നമുക്ക് അകാല വാർദ്ധക്യം പോലുള്ളത്. അപ്പൊ അതിനെയൊക്കെ മാറ്റാൻ, കാരണം ഇത് ഡീടോക്സിഫൈ ചെയ്യും, ഈ കയറിയിരിക്കുന്ന എല്ലാ വിഷകരമായിട്ടുള്ളതിനും പുറത്തോട്ട് കളയും. എല്ലാത്തിനും ഒരു ക്ലെൻസിങ് പവർ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ബോഡീനെ വീണ്ടും ആന്റി ഏജിങ് ആയിട്ടുള്ള ഒരു ലെവലിൽ നിർത്താനായിട്ട് അങ്ങനെ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് തന്ന് നമ്മളെ യങ് ആൻഡ് ഫിറ്റ് ആയി വെക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് S5. നമ്മുടെ ബ്ലഡിനെ അത് പ്യൂരിഫൈ ചെയ്യും. ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടി കൂടി ഉണ്ട്. നമുക്കറിയാം കരിഞ്ജീരകം നമ്മുടെ തൈമോ, ക്വിനോണിനെ കുറിച്ച് പറഞ്ഞു, അത് ആന്റി ഡയബറ്റിക് ഒരു പ്രോപ്പർട്ടി കൂടി അതിന് വരുന്നുണ്ട്. ഗ്ലോ സ്കിൻ, നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ, നമ്മുടെ ശരീരത്തിലെ വേസ്റ്റിനെ ഒക്കെ നീക്കി ഉള്ളിൽ നിന്നാണ് നമുക്ക് ഈ വെളിച്ചം വേണ്ടത്, നമ്മുടെ മുഖത്തിന്റെ തിളക്കം വരേണ്ടത്. അത് തരാനായിട്ട് ന്യൂട്രിചാർജ് S5ന് സാധിക്കുന്നുണ്ട്. വൈറൽ ഫീവർ പോലുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന, ഇത് സയന്റിഫിക്കലി റിസർച്ച് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 550 രൂപ MRP ഉള്ള 30 ക്യാപ്സൂൾ അടങ്ങിയിട്ടുള്ള ഒരു ബോക്സിന് DP പ്രൈസ് 440 ആണ്. ഇതിന് PV 330 ഉണ്ട്. ഇതൊരു 10 എണ്ണം വിറ്റ 3300 PV ആയി. അപ്പൊ 2500 സ്ലാബിൽ കയറും. ഓക്കെ, അപ്പോ അതാണ് എന്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ന്യൂട്രിചാർജ് S5.
നമ്മുടെ ഈ ഒരു ക്ലൈമറ്റില് നമുക്കറിയാം, ഡിസംബർ ക്രിസ്മസിനോടനുബന്ധിച്ച് ചെറിയൊരു മഞ്ഞൊക്കെ നമുക്ക് വന്നു തുടങ്ങും. ചെറിയൊരു ത്രോട്ട് പെയിൻ, തൊണ്ടവേദനയൊക്കെ വരാറുണ്ട്. അപ്പോ അത്തരം കാര്യങ്ങളെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മുടെ തുളസി ഡ്രോപ്സും ന്യൂട്രിചാർജ് S5ഉം ഒരുമിച്ച് നിന്നാൽ അവിടെ ഫൈറ്റിംഗ് തന്നെയായിരിക്കും, നമുക്ക് ഒത്തിരി രക്ഷപ്പെടാം. പിന്നെ ഈ യാത്രയില് എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കൽ, എനിക്ക് ഒത്തിരി പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. അതെന്നെ കണ്ടാലും അറിയാം, ഞാൻ ഭയങ്കര ജിമ്മത്തിയാണ്. പക്ഷെ RCMA വന്നതിന് ശേഷം, അതായത് ഓരോ പ്രോഡക്റ്റുകളെ കുറിച്ചും സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ എങ്ങനെയാ വെച്ച് കഴിഞ്ഞപ്പോ ലീഡേഴ്സ് വിളിക്കും, ഇന്നൊരു കാര്യത്തെ കുറിച്ച് പഠിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് പഠിച്ച് ഞാൻ അങ്ങനെ സംസാരിക്കും. അപ്പൊ അത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ തന്നെ മാറ്റങ്ങൾ വരുന്നത്. മീൻസ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും തെറ്റാണ് എന്നറിയുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത അറിഞ്ഞു, ആന്ധ്രാപ്രദേശിൽ ഉണ്ടാക്കുന്ന വിഷകരമായിട്ടുള്ള ചായ. അതായത് നമുക്കറിയാം, നമുക്കൊരു തലവേദന വന്നാൽ നമ്മൾ ആദ്യം പറയാ ചായ എന്നാണ്. നമ്മള് വില നോക്കിയിട്ടാണ് ചായപ്പൊടി വാങ്ങാറ്. മുമ്പൊക്കെ ഞാനും ആ ടീമിലായിരുന്നു. പക്ഷെ നമ്മൾ ആ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോ ഈ വിഷാംശമാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു, മലപ്പുറം ജില്ലയില് എന്താ പറയാ, കൂൺ മുളയ്ക്കുന്നത് പോലെയാണ് ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകണേന്ന്. കാരണം അവരുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന എണ്ണ, അതായത് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന എന്തോ ഒരു എണ്ണ, അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ മനസ്സിലായപ്പോ കുറേ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ ഒരു ആരോടും പറയരുത്, ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം ഒരു 3 4 ഒക്കെ അങ്ങോട്ട് പോവും. പക്ഷെ ഇപ്പൊ കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഐസ്ക്രീമിന് കാണുമ്പോൾ നമ്മുടെ മുമ്പത്തെ ചിന്തകൾ വന്നാലും നമ്മൾ അതിനെയൊക്കെ തടഞ്ഞു നിർത്തും. കാരണം നമ്മുടെ കയ്യിൽ RCM ഉണ്ട്, ന്യൂട്രിചാർജ് പ്രോഡക്ട്സ് ഉണ്ട്. ഐസ്ക്രീം എന്തിനാ, നമ്മൾ ജലജീര വീട്ടിൽ വന്ന് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഒരു 5-6 സിപ്പ് അങ്ങോട്ട് കുടിക്കും. ഐസ്ക്രീമിന്റെ ഏത് ടേസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മൈൻഡിൽ നമ്മൾ കൊണ്ടുവരും. അങ്ങനെ ഹാപ്പി ആയിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു പ്രോഡക്റ്റ് ആണ് ജലജീര. ജലജീര എന്നുള്ള ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കൂടുതലായിട്ട് പറഞ്ഞു തന്നത് സൈബി ടീച്ചറാണ്, ജോയ് സാറുടെ പ്ലാറ്റിനം അച്ചീവർ ആണ്. അപ്പൊ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്റ്റീന മാഡം നമ്മുടെ ഇതിന് വരുന്നില്ലേ, അപ്പൊ വരുമ്പോ മാഡം എനിക്ക് 2 ജലജീര കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജലജീരയോ കൊണ്ടുവരാലോ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് കൊണ്ടു ചെന്നു. എന്നിട്ട് പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ മുമ്പ് ഒരിക്കൽ കഴിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് സ്വീകരിച്ചില്ല. പക്ഷേ ഞാൻ ഈ 3 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം അങ്ങനെ അത്രയും എന്താ പറയാ, കോൺസ്റ്റിപ്പേറ്റഡ് ആണ്. ട്രെയിനിലെ ഫുഡൊന്നും അങ്ങനെ പറ്റുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ നമ്മള് 12 പേരും അടിപൊളിയായിട്ട് ഫുഡ് എടുത്തിരുന്നു. വലിയ കുഴപ്പമില്ലാതെ നമ്മളുടെ ആരോഗ്യം അവിടം വരെ നമ്മൾ എത്തിച്ചു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ തണുപ്പും നമ്മുടെ ഇവിടെ നിന്നുള്ള ആ ഒരു ചേഞ്ചും നമ്മുടെ ഫുഡും ഒക്കെ കൂടിയായപ്പോ ആകെ അങ്ങോട്ട് പ്രശ്നമായി. അപ്പൊ നല്ല ചൂടുവെള്ളത്തില് ഇതൊന്നും അങ്ങോട്ട് കലക്കിയെടുത്തു. എന്നിട്ട് അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞപ്പോ ആഹാ, അതിന്റെ ടേസ്റ്റ് വായിൽ നിന്ന് പോകുന്നില്ല, അത്രയും രസമാണ്. അപ്പൊ അമ്മയ്ക്ക് നല്ല ചുമയുണ്ട്. അപ്പൊ അമ്മയ്ക്കും ആ ഒരു ആശ്വാസം കിട്ടാനായിട്ട്, ഈ ചുമ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുന്നത് നമ്മൾ കോൺസ്റ്റിപ്പേറ്റഡ് ആവും. നമുക്ക് അത് നല്ല രീതിയിൽ കഫം പുറത്തു പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മലബന്ധം വരും. അപ്പോ ഒത്തിരി സഹായിച്ച ഒരു പ്രോഡക്റ്റ് ആണ് ജലജീര. ഒരു ആയുർവേദിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. അടിപൊളി ടേസ്റ്റിലാണ് വരുന്നത്. ഒത്തിരി കണ്ടൻസ് ഉണ്ട്. നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ, അതായത് നമ്മുടെ അമാശയം പ്ലസ് നമ്മുടെ കുടലുകൾ, നമുക്ക് വൻകുടലുണ്ട്, ചെറുകുടലുണ്ട്, ഇതിന്റെ പ്രശ്നങ്ങള്, അതിനോടൊപ്പം കോൺസ്റ്റിപ്പേഷൻ മാറാനും നമുക്ക് നമ്മുടെ ജലജീര ഉപയോഗിക്കാം. ഓരോ 100 ഗ്രാമിലും ഇതിൽ വരുന്നത് ഇഞ്ചി, കുരുമുളക്, തിപ്പലി, ജീരകം, പുതിന, മാങ്ങ, ചെറുനാരങ്ങ, കാരിയുപ്പ്, സാധാരണ നമ്മുടെ കറിയുപ്പ്, പിന്നെ കരിമ്പിന്റെ ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു ഫോം. ഇത്രയും സംഭവങ്ങൾ വരുന്നതിന് 53 രൂപ MRP. നമ്മുടെ DP പ്രൈസ് 43 രൂപയാണ് വരുന്നത്. കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ 1/2 ടീസ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് അവർക്ക് കൊടുക്കുക. അവരുടെ ഉദര പ്രശ്നങ്ങളൊക്കെ മാറും. നമ്മൾ വലിയവർക്ക് 5 തൊട്ട് 10 ഗ്രാം വരെയാണ്. അതായത് ഒരു നല്ല വലിയൊരു ടീസ്പൂണിൽ 1 ടീസ്പൂൺ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ച് നമുക്ക് കഴിക്കാം. അപ്പം എന്റെ ഒരു ആഹാരപ്രകൃതി കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത് കഴിച്ചു. അപ്പൊ നമ്മുടെ സ്റ്റാർ പ്ലാറ്റിനം അനിലൻ സാറ് പറഞ്ഞു, ക്രിസ്റ്റീന മാഡം ഇത് കുറച്ച് ഓവർ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ സാറേ, പക്ഷെ ഈ ക്ലൈമറ്റിൽ നല്ല തണുത്തിരിക്കുന്ന അവസ്ഥയില് ആ ഒരു ലെവല് എനിക്ക് പാകമായിരുന്നു, പക്ഷെ സാറിന് കുറച്ച് ഓവറായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഈ നേരത്തില് അയവിറക്കാനായിട്ട് സാധിക്കുന്നു. താങ്ക് യു സാർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇഞ്ചി ഇതിൽ വരുന്നത് 4.3 മില്ലിഗ്രാം ആണ്. 4.3 ഗ്രാം ആണ് വരുന്നത്. ഇത് നമുക്ക് ഇഞ്ചി നമുക്കറിയാം, നമ്മൾ ഭക്ഷണത്തിൽ ചേർക്കുന്നുണ്ട്, മരുന്നായിട്ട് കഴിക്കുന്നുണ്ട്, ഛർദിക്കൊക്കെ, അതുപോലെ നീർക്കെട്ട് വലിയാൻ, തലവേദന വരുമ്പോൾ, നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്.
മെൻസ്ട്രൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഉപയോഗിക്കും. പീരീഡ് സംബന്ധമായിട്ടുള്ളത്, വയറുവേദനയൊക്കെ മാറാൻ. ENT പ്രശ്നങ്ങൾ വന്നാൽ, അതായത് നമ്മുടെ ഈ ഇയർ, നോസ്, മൂക്ക്, ത്രോട്ട്, ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ആന്റി ക്യാൻസറസ് ആണ്. ആന്റി ക്യാൻസറസ് ആവണത് നമ്മൾ ഇഞ്ചിയും മഞ്ഞൾ, കുർക്കുമിൻ കണ്ടന്റും കൂടി വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ മാറാനായിട്ട്, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം മാറാൻ, സ്കിൻ, ഹെയർ, അത്തരം പ്രശ്നങ്ങൾ മാറാനായിട്ട്, വെയിറ്റ് ലോസ്, നമ്മുടെ ശരീരത്തിന് അമിതമായിട്ടുള്ള ഭാരം ഉണ്ടെങ്കിൽ വെയിറ്റ് ലോസിനും വേണ്ടി ഉപയോഗിക്കാം. ഇനി നിരാശ, കടുത്ത സമ്മർദ്ദമുള്ളവർക്ക്, ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് കുരുമുളക് ഉപയോഗിക്കാം. കുരുമുളകിനെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങള്, മെൻസ്ട്രൽ പ്രോബ്ലം, ENTയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത് കുരുമുളകാണ്. സോറി, ഞാൻ ഒന്ന് കേറിപ്പോയി, ഇഞ്ചിയുടെ ഒപ്പം തന്നെ പറഞ്ഞു പോയി. ആന്റി ക്യാൻസറസ് ആന്ന് പറഞ്ഞത് കുരുമുളക് നമ്മൾ മഞ്ഞളിന്റെ കൂടെ ചേരുമ്പോഴാണ്. ഡൈജഷൻ, കോൺസ്റ്റിപ്പേഷൻ, സ്കിൻ, ഹെയർ പ്രശ്നങ്ങള്, നമ്മുടെ വെയിറ്റ് ലോസ് വരുത്താനായിട്ട്, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ ട്രീറ്റ്മെന്റിന്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ട്രാക്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് കുരുമുളക് ഉപയോഗിക്കാം. കുരുമുളക് നമുക്ക് 4.2 ഗ്രാമാണ് ഈ ഒരു 100 ഗ്രാമിന്റെ പാക്കിൽ വരുന്നത്. ഇനി തിപ്പലി ഉണ്ട്. തിപ്പലി 1.2 ഗ്രാമാണ് വരുന്നത്. ഇത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് ആയിട്ടുള്ള ബ്രോങ്കൈറ്റിസ്, ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട്, സ്റ്റൊമക്ക്, വയറിനുള്ള വേദന മാറാനായിട്ട്, ട്യൂമറിന് ഒരു നല്ല ചികിത്സാ വിധിയാണ്. ചുമ ഉണ്ടെങ്കിൽ അത് മാറാൻ, കോൺസ്റ്റിപ്പേഷൻ ട്രീറ്റ് ചെയ്യാനായിട്ട്, ഗൊണോറിയ പോലുള്ള സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് മാറാനായിട്ടും, ഡയറിയ, കോളറ, ഡിസെൻട്രി പോലുള്ള നമ്മുടെ വയറിനെ സംബന്ധിക്കുന്ന അസ്വസ്ഥതകൾ മാറാനായിട്ട്, വയറിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ മാറാനായിട്ട് തിപ്പലി വരുന്നുണ്ട്. അടുത്തത് ജീരകമാണ്. ജീരകം 8 ഗ്രാം ഉണ്ട് ഇതില്. ഡയബറ്റിക്കിനുള്ളത് ഹൈപ്പോലിപ്പിഡീമിയ, അതായത് നമ്മുടെ ബ്ലഡില് കൊഴുപ്പിന്റെ അളവ് കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് ജീരകം ഉപയോഗിക്കാം. ഇതൊരു ആന്റി ക്യാൻസറസ് ആണ്. ഡൈജഷൻ പോലുള്ള ഇത് മാറാനായിട്ടും, അയേൺ കണ്ടന്റ് നന്നായി അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ വിളർച്ചയുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് നമ്മുടെ ജീരകം. ഇനി നമ്മുടെ ബ്ലഡിൽ ഷുഗറിന്റെ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ടും, ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് വരുന്ന അസുഖങ്ങൾ മാറാനായിട്ട്, അതായത് ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഹൈജീനിക് അല്ലാത്ത സിറ്റുവേഷനിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ബിരിയാണി നമ്മൾ കഴിക്കുമ്പോൾ അതിനൊപ്പം നമുക്ക് ജീരക വെള്ളമാണ് വെക്കുക. കാരണം ബിരിയാണിയിൽ ഉപയോഗിക്കുന്ന അജിനമോട്ടോ പോലുള്ള ഒത്തിരി പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വരുന്നുണ്ട്. സോ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, സർവൈവ് നമുക്ക് നമ്മുടെ ബോഡിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീരക വെള്ളം കുടിക്കുന്നത്. ഇനി ഇതിൽ പുതിന വരുന്നുണ്ട് 7.3 ഗ്രാം. ഈ ഹാലിറ്റോസിസ് നേരത്തെ പറഞ്ഞു, ബാഡ് ബ്രീത്ത്, നമ്മുടെ വായിക്കൊരു ദുർഗന്ധം, വായനാറ്റം മാറാനായിട്ട്, ബ്രെയിൻ ഫങ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ട് പുതിന ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദഹനം ശരിക്കും നടക്കാത്തൊരവസ്ഥയില്, ഡയബറ്റിക് ആയിട്ടുള്ള അവസ്ഥയിൽ, ഹാർട്ട്, സ്കിൻ, അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ, അത് മലബന്ധം ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട്, അതുപോലെ തന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും, അതായത് വയറിന് ഭയങ്കര അസ്വസ്ഥതയായിട്ടുള്ളത്, വയറ്റിൽ നിന്ന് ശരിക്കും പോവാത്തത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൂസായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, ഗ്യാസ് ഫോം ചെയ്യില്ല, അങ്ങനത്തെ ഒക്കെ, IBS മാറാനായിട്ട്, അതുപോലെ പൈൽസ്, ഹെമറേജ്, ബ്ലീഡിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാനായിട്ടും നമുക്ക് പുതിന ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ മാങ്ങ. അത് 6 ഗ്രാം വരുന്നുണ്ട്. ഇതൊരു ആന്റിസെപ്റ്റിക് ആണ്, ലാക്സേറ്റീവ് ആണ്, അതായത് നമ്മുടെ ഗ്യാസ് നന്നായി പോയി വയറ്റിൽ നിന്ന് നന്നായി പോകാനായിട്ട്, ഡൈയൂററ്റിക് ആണ്, അതായത് നമുക്ക് യൂറിൻ നന്നായി പോകാനായിട്ട്, ഡയറിയ പോലുള്ള അസ്വസ്ഥതകൾ, അതായത് നമുക്ക് വയറ്റിൽ നിന്ന് ഇളകി പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ട്രീറ്റ്മെന്റ് മോഡും കൂടിയാണ് നമുക്ക് മാങ്ങ എന്നുള്ളത്. അനീമിയ, വിളർച്ച പോലുള്ള സംഭവങ്ങളിൽ, ആസ്മ, കഫ്, ചുമ പോലുള്ളത്, അതുപോലെ തന്നെ ഉറക്കക്കുറവുണ്ടെങ്കിൽ അത് മാറാനായിട്ട്, പ്രഷർ ഉണ്ടെങ്കിൽ അതിനുള്ളത്, റ്യൂമാറ്റിസം പോലുള്ള നമ്മുടെ സന്ധിബന്ധം അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ചുമ, ല്യൂക്കോറിയ, അതായത് നമ്മുടെ വജൈനലി വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പോക്ക് എന്ന് പറയും, അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് മാങ്ങ, മാഞ്ചിഫെറ ഇൻഡിക്ക നമ്മൾക്ക് ഉപയോഗിക്കാം. ഇനി ചെറുനാരങ്ങ 12 ഗ്രാം വരുന്നുണ്ട്. നമുക്കറിയാം കോൾഡ്, ഫ്ലൂ പോലുള്ളത്. ഇനി നമുക്ക് ഇങ്ങനെ ചെവിയിൽ ടിനിറ്റസ് എന്ന് പറയും, ചെവിയിൽ ഇങ്ങനെ മൂളണ പോലെ, റിംഗിങ് ഓഫ് ദി ഇയർ എന്നാണ് പറയാത്, ഇങ്ങനെ മൂളണ പോലത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നമുക്ക് ഈ ചെറുനാരങ്ങയുടെ ഗുണഗണങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ കിഡ്നിയുടെ ഡിസോർഡറുകൾ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട്, ഡൈജഷൻ പ്രോബ്ലം മാറാൻ, വേദന, നീരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട്,
ബ്ലഡ് വെസലിന് രക്തക്കൊഴലുകളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടും ഒരു ക്ലെൻസർ ആയിട്ട് ചെറുനാരങ്ങ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വരുന്നതാണ് ബ്ലാക്ക് സാൾട്ട്, നമ്മുടെ കാരിയുപ്പ് 16 gram ആണ് വരുന്നത്. ഈ ഒരു സംഭവത്തിന് നല്ലൊരു ഉപ്പിന്റെ ടേസ്റ്റ് ആണ് വരുന്നത്, പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ്. അതായത് നമുക്ക് അറിയാം നമ്മുടെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, ഹൈപ്പോനട്രീമിയ, അതായത് സോഡിയത്തിന്റെ ലെവല് ബ്ലഡിൽ കുറയുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാം. നമുക്കറിയാം ഷുഗർ ഉള്ളവര് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരും. അതുപോലെ തന്നെ അവർ വെള്ളം കുടിക്കല് കുറഞ്ഞു പോയാൽ അവർക്ക് സോഡിയത്തിന്റെ കുറവാണ്, അവരിങ്ങനെ എന്താ പറയാ ചിലപ്പോ അൺകോൺഷ്യസ് ആവും, അവരുടെ ഓർമ്മ പോവും, അല്ലാന്നുണ്ടെങ്കിൽ അത് ഇതൊക്കെ വിളിച്ചു പറയും, അല്ലെങ്കിൽ അവർ സൈലന്റ് ആയി പോകും, പെട്ടെന്ന് കുഴഞ്ഞു പോകും. ആ ഒരു സിറ്റുവേഷൻ മാറി ന്യൂട്രലൈറ്റ്, നമ്മുടെ ബോഡിയിലത്തെ ന്യൂട്രലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിനറൽസ് ഉണ്ട്, അതായത് സോഡിയം, പൊട്ടാസ്യം, അയൺ, കാൽഷ്യം, അങ്ങനത്തെ ഫോസ്ഫറസ്, ഇതിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് കാരിയുപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലോ സാൾട്ട് സിൻഡ്രം, അതായത് നമ്മുടെ ശരീരത്തിൽ ഉപ്പിന്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാറ്റാനും. ടോട്ടൽ പാരന്ററൽ ന്യൂട്രീഷൻ, നമ്മൾ IV ആയിട്ടൊക്കെ നമുക്കറിയാം ഭക്ഷണത്തിന്, നമുക്ക് ഭക്ഷണം കുറവാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ബോഡിയിൽ തളർച്ച, ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ന്യൂട്രിഫൈ ചെയ്യാനായിട്ട് കാരിയുപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ കറിയുപ്പ്, കറിയിൽ ഉപയോഗിക്കുന്നത് അത് 19 gram ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോലൈറ്റ് റിപ്ലനിഷർ ആണ്, അതായത് നമ്മുടെ ബോഡിയിലത്തെ മിനറൽസ്, വാട്ടർ ആ ഒരു ലെവലിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ യൂറിനറി പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഫ്ലൂയിഡ് റിട്ടൻഷൻ, അതായത് നമ്മുടെ ബ്ലാഡർ ഇങ്ങനെ ഫുൾ ആയിട്ട് വോയിഡ് ചെയ്ത് പോവാത്ത പോലെ തോന്നും, ഇങ്ങനെ കെട്ടിക്കിടക്കണ പോലത്തെ ആ ഒരു സിറ്റുവേഷൻ മാറാൻ. ഇതുമൂലം നമുക്ക് ഹാർട്ടിന് ക്രാംസ്, മസിൽ ക്രാംസ് ഒക്കെ വരും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മുടെ ഉപ്പ് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഒരു കരിമ്പിന്റെ ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു കാട്ടില് കണ്ടുവരുന്ന ഒരു സംഭവമാണ് സക്ഷരം എന്ന് പറയുന്നത്. 22 gram അത് വരുന്നുണ്ട്. നമ്മുടെ സെക്ഷൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം മാറാനായിട്ട്, നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായി നടക്കാനായിട്ട് ഇതൊരു ലാക്സേറ്റീവ് ആണ്, അതായത് നമ്മുടെ വയറ്റിൽ നിന്ന് ഗ്യാസ് ഒക്കെ പോകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആന്റി ഓക്സിഡന്റ് ആണ്. അത് മാത്രമല്ല നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള കാരിയുപ്പ് 16 gram ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ബോഡിയിൽ അയൺ, കാൽഷ്യം, മഗ്നീഷ്യം പോലുള്ള കണ്ടൻസ് കുറയുമ്പോൾ, മിനറൽസ് കുറയുമ്പോൾ നമുക്ക് ഹാർട്ട് ബേൺസ് വരും. അതായത് നമുക്ക് എന്താ പറയാ, ഹാർട്ട് ബേൺ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ അസ്വസ്ഥത വരില്ലേ, എന്താ ഗ്യാസ് വരുന്ന പോലെ, അത് ഈ കൂമ്പിലായിട്ട് വരണ ഒരു അസ്വസ്ഥത, ഗ്യാസ്ട്രൈറ്റിസ് ആണത്. ആ ഒരു സംഭവത്തിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തില് നമുക്കറിയാം ലിവറിലാണ് ബൈൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. ആ ബൈലിന്റെ അളവ് പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ജലജീര. എല്ലാവരും ദയവ് ചെയ്ത് അത് ടേസ്റ്റ് ചെയ്യണം, നമ്മുടെ ആരോഗ്യത്തോടു കൂടിയിരിക്കണം. നമ്മുടെ RCM എന്നുള്ള ആ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആരോഗ്യം തന്നെയാണ്. നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുക, നമുക്ക് കിട്ടിയ ആരോഗ്യശീലങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. നമ്മള് ടൈഗർ സന്തോഷ് സാറിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങള് ഇവിടെ നിന്നുള്ള യാത്ര 23-ാം തീയതി ട്രെയിനിൽ തുടങ്ങി. നല്ല രസാവഹമായിരുന്നു ഞങ്ങളുടെ യാത്ര. കൂടെ ഞങ്ങൾ 12 പേരാണ് ഒരു ട്രിപ്പിൽ ഉണ്ടായിരുന്നത്. സുരാഗ് സാറ്, സുരാഗ് സാറ്, സ്റ്റാർ പ്ലാറ്റിനം അനിലൻ സാർ ഉണ്ട്, സൈബി ടീച്ചർ മകളുണ്ടായിരുന്നു, ഞാൻ, തോമസ് സാർ ഉണ്ടായിരുന്നു, അങ്ങനെ സുജോ വിൽസൺ മാം ഉണ്ടായിരുന്നു, അംബിക മാം ഉണ്ടായിരുന്നു. ഒത്തിരി മറക്കാനാവാത്ത മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു. ഞങ്ങള് 26-ാം തീയതി അവിടെ എത്തണ വരെ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ സാധാരണ വസ്ത്രം ധരിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഒരു മഹാരാഷ്ട്ര ബോർഡർ ഒക്കെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ മേത്തൊക്കെ വേറെ കോട്ടുകളൊക്കെ വന്ന് കൈയും കാലൊക്കെ മൂടി കിട്ടിയ രീതിയിലായി. ഈ തണുപ്പിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തി. കുറെ പേര് ആന്ധ്ര കാണാനായിട്ട് ഇറങ്ങിയപ്പോഴും ഞങ്ങളുടെ ലക്ഷ്യം RCM ആനിവേഴ്സറി തന്നെയായിരുന്നു. ഞങ്ങൾ അവിടെ RCM ആനിവേഴ്സറിയിൽ പങ്കെടുത്തു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഏകദേശം ഡൽഹിയിലെ ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങൾ നടന്ന് പോയിട്ടുണ്ട്. ത്യാഗരാജ സ്റ്റേഡിയത്തിൽ നിന്ന് ഞങ്ങൾ നടന്നാണ് ഞങ്ങൾ താമസിച്ചിരുന്ന സുർജിത് ഭവനിലേക്ക് വന്നത്. ഒത്തിരി രസാവഹമായിട്ടുള്ള യാത്രയായിരുന്നത്. ഇനി ഇതിന്റെ ഇടയ്ക്ക് വർഗീയത പറയല്ല, എന്നാലും ഞങ്ങൾ 5 ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. ഞങ്ങള് എന്താ പറയാ, ഈ സിനിമകളിലൊക്കെ പറയുന്ന പോലെ ഡൽഹി തെരുവിലൂടെ കൊന്ത ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ നടന്നു. അതുപോലെ തന്നെ അവിടുത്തെ ബസ് സ്റ്റോപ്പിലൊക്കെ ബസ് കാത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നത്, നമ്മളുടെ പോലെ നമ്മൾ സ്ഥലങ്ങളൊക്കെ നോക്കിയപ്പോ അവിടെ സ്ഥലമല്ല, നമ്പറുകളാണ്.
ആ നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കാനൊക്കെ നടന്നതും, ടാക്സിക്കാരെ പിടിച്ചു നിർത്തി ഓരോ സ്ഥലത്തേക്ക് പോവാനായിട്ട് എങ്ങനെയാന്ന് ചോദിച്ചതും ഒക്കെ വേറിട്ട ഓർമ്മകളാണ്. ഞങ്ങളുടെ മുന്നില് വഴികാട്ടി സുരാഗ് സാറ് തന്നെയായിരുന്നു. സാറിന്റെ മൊബൈലില് അല്ലെങ്കിൽ പാഡില് നമ്മുടെ ഇത് ഓൺ ആയിരിക്കും എപ്പോഴും, മാപ്പ്. അങ്ങനെ ആ മാപ്പ് നോക്കി ഞങ്ങള് യാത്ര തുടരുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ മിസ്സായി കഴിഞ്ഞാൽ പിന്നിലോട്ടൊരു നോട്ടമുണ്ട്. ആ ഒരു നോട്ടൊക്കെ ഓവർകം ചെയ്തപ്പോഴേക്കും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് പോയി. അതിനിടയ്ക്കാണ് ഈ പറഞ്ഞ പോലെ തൊണ്ട പ്രശ്നങ്ങളൊക്കെ വരുന്നത്. കാരണം നമ്മൾ വന്നു എന്നുള്ളത് കൊണ്ട് ഡൽഹിയിലത്തെ മഞ്ഞ് മാറി നിൽക്കണില്ല, മഞ്ഞ് അവിടെ തന്നെയുണ്ട്. അവിടെ നിന്ന് സൂര്യനെ കാണാൻ ഞങ്ങൾ കൊതിച്ച് കാണാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾ ആ യാത്ര ഒത്തിരി ഇഷ്ടപ്പെട്ടു. ത്യാഗരാജ സ്റ്റേഡിയത്തില് 5000 പേരുടെ ഇടയിൽ സിൽവർ എൻട്രി കിട്ടി. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ നല്ല ജലദോഷത്തോടു കൂടിയിരുന്നത്. പക്ഷെ അക്രേഷ്യ കേട്ട് ഞങ്ങൾ ഞെട്ടി ഉണർന്നു. നത്തിങ് ഈസ് പോസിബിൾ എന്നുള്ളതിൽ നിന്ന് എവരിത്തിങ് ഈസ് പോസിബിളിലേക്ക് വന്ന ആ ദിവസം ഞങ്ങൾക്ക് ഒട്ടും മറക്കാനാവാത്തത്. അങ്ങനെ ഞങ്ങള് ആദ്യമായി ഇന്ത്യ ഗേറ്റ് കാണാൻ പോയി അന്നത്തെ ദിവസം. അതും ഞങ്ങൾ നൈറ്റിലെ ഫുഡൊക്കെ കഴിഞ്ഞ് നടന്നാണ് പോണത്. അവിടുന്ന് തിരിച്ച് നടന്നാണ് ഞങ്ങള് റൂമിൽ വരുന്നത്. പിറ്റേ ദിവസമാണ് RCMന്റെ ആനിവേഴ്സറി. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്തു, ഞങ്ങൾ രാവിലെ തന്നെ അവിടെ ചെല്ലും, എൻട്രി എടുക്കും, എന്നിട്ട് ഞങ്ങള് നമ്മുടെ സ്വച്ഛ ഫുഡ് അവിടുത്തെ കൗണ്ടറിൽ പോയി കഴിക്കും. അതിലും ഞങ്ങൾ സക്സസ് ആയി. 28 സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരുകളൊക്കെ കൂടി അവിടെ വന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, 25,000 പേരുടെ ഇടയിൽ ഞങ്ങള് പബ്ലിക്കിനായിട്ടുള്ള അതിന്റെ ആദ്യത്തെ റോലാണ് വന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു, ഞങ്ങൾക്കും ആ ഫ്രണ്ടിലത്തെ റോല് വെള്ളക്കസാരകൾ ഇങ്ങനെ മനോഹരമായി ഒരുക്കിയിട്ടിട്ടുണ്ട്, അതിലെത്താൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം കീസോളില് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമായി. അതിനിടയ്ക്ക് ദിശ മേഡത്തിനെ ഒരു ഒളിനോട്ടം പോലെ കാണാനായിട്ട് സാധിച്ചു. ഗിരീഷ് സാറിന്റെ കൂടെ, മൂർത്തി സാറിന്റെ കൂടെ, ബിനു സാറിന്റെ കൂടെ ഒക്കെ ഫോട്ടോസ് എടുക്കാൻ സാധിച്ചു. പ്രിയങ്ക മാമിനെയൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് കാണുമ്പോ മനസ്സിൽ വന്നിരുന്ന വികാരങ്ങൾ എന്താണെന്നൊന്നും പറയാൻ പോലും പറ്റുന്നില്ല. അതിനിടയ്ക്കാണ് കിരൺ ബേദിയുടെ വരവ്. കിരൺ ബേദി ദ ഫസ്റ്റ് IPS ഓഫീസർ ഓഫ് ഇന്ത്യ. ആ ഒരു ലേഡി അവര് പറഞ്ഞിരുന്ന കാര്യങ്ങള് ഇന്നലെ നമ്മുടെ ജയശ്രീ മാം കുറച്ച് പറഞ്ഞു. അതിനോടൊപ്പം ആള് വണ്ടറടിച്ചു പോയി. അതായത് അവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും അവിടുത്തെ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ മൊബൈൽ ടോർച്ച് ഓൺ ചെയ്തത് അടിച്ചപ്പോ ആൾ ഇങ്ങനെ കൗണ്ട് ചെയ്യായിരുന്നു. മീൻസ് ആള് ഞെട്ടിപ്പോയി. ഇത് ഇത് നമ്മുടെ പ്രധാനമന്ത്രിയെങ്കിലും കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു എന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ അവിടെയും ഒരു ട്രാൻസ്ലേറ്റർ ആയി. എന്റെ ഹിന്ദി അത്ര നല്ല ഹിന്ദിയല്ല, എന്നാൽ പോലും എന്റെ ട്രാൻസ്ലേഷൻ ആസ്വദിക്കാൻ കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പറഞ്ഞിരുന്നത്, കിരൺ ബേദി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതാണ്. അതായത് 5 വർഷം കൊണ്ട് പ്രിയങ്ക മാമിന് ഇത്രയും ചെയ്യാൻ പറ്റിയെങ്കിൽ എന്തായിരിക്കും അടുത്ത 5 വർഷം, 10 വർഷത്തിനുള്ളിൽ എന്തായിരിക്കും എന്നതാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിലേക്ക് വെച്ചത്. ഒരു പ്രിയങ്കയ്ക്ക് ഇത്രയും ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തുകൂടാ? അങ്ങനെ ഒരു പ്രതിധ്വനിയും കൂടി ആ ഒരു ക്വസ്റ്റ്യനില് നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലേക്ക് നമ്മുടെ അളവുകൾ കൂട്ടി തരുന്ന ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നു. പിന്നെ സ്ത്രീത്വത്തിനെയും പുരുഷത്വത്തെയും കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അവര് 3M ആണ്, 3 എമ്മുകള്. സ്ത്രീകള് 3H ആണ്, 3 Hകള്. പുരുഷന്മാർക്ക് മണി, മസിൽ പവർ, മൊബിലിറ്റി. അതായത് അവര് സമ്പത്തും അവരുടെ ആരോഗ്യവും അതുപോലെ തന്നെ അവർക്ക് ഓടി നടക്കാനുള്ള എവിടെയും എത്തിച്ചേരാനുള്ള ഒരു കഴിവും ആണ് ഉള്ളതെങ്കിൽ സ്ത്രീകൾ നിർമ്മിച്ചിരിക്കുന്നത് 3H കൊണ്ടാണ്. ഒന്ന് അവരുടെ ഹൃദയം. ഹൃദയം കൊണ്ടാണ് ഒരു സ്ത്രീ എല്ലാ കണക്കുകളും തീർക്കുക, കണക്കുകൾ എടുക്കുക. രണ്ടാമത്തെ ഹ്യൂമാനിറ്റി, അതായത് മറ്റുള്ളവരുടെ ഒരു മനുഷ്യത്വം പരിഗണിക്കാനായിട്ട് ഒരു സ്ത്രീയുടെ ഹ്യൂമാനിറ്റി, അത് എടുത്തു പറയേണ്ടതാണ്. അവിടെ പറഞ്ഞൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സുമാര്, ഒരു ലേഡി നേഴ്സ് വന്ന് നമുക്കൊരു ഇഞ്ചക്ഷൻ തന്ന് ഉറങ്ങിക്കോളൂ, വേദന എടുക്കില്ല കേട്ടോ എന്ന് പറയുമ്പോ അത് അവര് കുത്തി പോണത് പോലും നമ്മൾ അറിയില്ല. ആ ഒരു ചിന്തയൊക്കെ കിരൺ ബേദി മാം പറഞ്ഞപ്പോ എന്നില് നേഴ്സൊക്കെ അവിടെ ഉണർന്നു പോയി. അടുത്ത മൂന്നാമത്തെ H പറഞ്ഞത് അവിടെ ഹീലിംഗ് ആണ്. അതായത് ഒരു സ്ത്രീക്കാണ് മുറിവ് ഉണക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധിക്കുക. ആ മുറിവ് ഉണക്കുന്ന ഒരു അമ്മയായി കരുതലായി എപ്പോഴും സ്ത്രീകൾ മുന്നോട്ട് വരുന്ന ഒരു പ്രസ്ഥാനമാണ് RCM എന്ന് പറഞ്ഞിട്ടാണ് മാം പോയത്. അപ്പൊ ഒത്തിരി മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടിയ ഒരു യാത്രയായിരുന്നു. ഞങ്ങൾക്ക് അത് കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്നൊക്കെ അകന്ന് നിൽക്കാണ്. പക്ഷെ ഞങ്ങൾ വേറൊരു ലോകത്തായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പെട്ടി പാക്ക് ചെയ്യുന്ന നേരത്ത് ഞങ്ങൾ ചിന്തിച്ചത് ഇനിയിപ്പോ നമ്മൾ വീണ്ടും പോണത് അവിടേക്ക് തന്നെയല്ലേ എന്നുള്ളൊരു ചിന്തയാണ് ഞങ്ങൾക്ക് വന്നത്. പക്ഷെ ഞങ്ങൾ ആ യാത്ര ഞങ്ങളുടെ എന്താ പറയാ കൂടുതലായിട്ട് RCMനെ അറിയാനും
നമ്മുടെ ലീഡേഴ്സ് പല ഭാഗത്തു നിന്നുള്ളവരാണെങ്കിലും RCMൽ നമ്മൾ ഒന്നാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം വീണ്ടും വീണ്ടും ഞങ്ങളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും മനോഹരമായ ഓർമ്മകള്. ഇതിനിടയ്ക്ക് പ്രശ്നങ്ങളില്ല എന്നല്ല, പക്ഷെ പ്രശ്നങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു പഠനം കൂടി ഞങ്ങൾക്ക് ഇതിനോടൊപ്പം സാധിച്ചു. കാരണം നമുക്ക് ലൈഫിനെ രണ്ട് രീതിയിൽ കാണാം. എല്ലാത്തിലും പോസിറ്റീവ് കാണാം, നെഗറ്റീവ് കാണാം. അതിൽ പോസിറ്റിവിറ്റിക്കുള്ള സാധ്യത വളരെ വലുതാണെങ്കിൽ നമ്മുടെ ലൈഫ് മൊത്തം എന്താ പറയാ അടിപൊളിയായിരിക്കും എന്നുള്ള ആ ഒരു എനർജി ലെവലും കൂടി കിട്ടിയിട്ടുള്ള ആ ഒരു പാഠം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു. ഒത്തിരി സംസാരിക്കാത്ത സൈബർ ടീച്ചർ പോലും അവസാനം എത്ര വയസ്സാ ടീച്ചറെ എന്ന് ചോദിച്ചപ്പോ 20 എന്നുള്ളതിൽ നിന്ന് ടീച്ചർ പിന്നെ 17 പറഞ്ഞത്. അപ്പൊ പിന്നത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇനി ഞാൻ ചോദിക്കില്ല, കാരണം ടീച്ചർ ചിലപ്പോ 14 പറഞ്ഞു കളയും, എന്റെ മോളെക്കാളും ചെറുതാവും, എനിക്കപ്പോ ഒരു ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു. ടീച്ചറുടെ മകള് അലീന, ഞങ്ങൾ എല്ലാവരും അത്രയും കൂട്ടായിരുന്നു. സുരാഗ് സാറായിട്ട് കുറേ നേരം സംസാരിക്കാൻ, അതിന്റെ ഇടയ്ക്ക് ഞങ്ങള് 2 നില കണക്കുകളൊക്കെ പഠിച്ചു. അതായത് കാൽക്കുലേഷൻസ്, നമുക്ക് എത്ര വരുമാനം കിട്ടുന്നുള്ളതൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ വിജൃംഭിച്ചു പോയ നിമിഷങ്ങളായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ കുറെ പൊട്ടത്തെറ്റുകളൊക്കെ വരുത്തി. പക്ഷെ സാറ് അത്രയും മനോഹരമായി അതൊക്കെ കേട്ട് കണ്ട് അത് തെറ്റാനുള്ള സാഹചര്യം വരെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുമ്പോ അങ്ങനെ. അതുപോലെ ഹിന്ദിക്കാര് വന്നിട്ട് മീൻസ് ട്രെയിനിൽ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അംബിക മേഡത്തിന് അവരോട് പാട്ട് പാടാനായിട്ട് ഒരു ഹിന്ദി പാട്ട് പഠിച്ചു വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞതൊക്കെ ഞങ്ങൾ ഈ നിമിഷത്തിൽ ഓർക്കാണ്. എന്നിരുന്നാൽ തന്നെ ഞങ്ങൾക്ക് ട്രെയിനിൽ വെച്ച് ഒരു ദിശ എന്ന് പറയുന്ന ഒരു കുട്ടീനെ കൂട്ടുകിട്ടി. ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് അത് അവര് ഡൽഹി തൊട്ട് ചെന്നൈ വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര കൂട്ടായി. സുജോ മാം, ഡൽഹി മാം, ഞാൻ, രാജി മാം, അങ്ങനെ കുറെ നല്ല നല്ല മുഹൂർത്തങ്ങള് ഞങ്ങൾക്ക് സമ്മാനിച്ച ഈ ഡൽഹി യാത്ര ഞങ്ങൾക്ക് ഒട്ടും മറക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് ആകെ ഒരു പ്രശ്നം വന്നത്, ഞങ്ങൾ 7:30 കൂടി ചാലക്കുടിയിൽ എത്തുമെന്ന് പറഞ്ഞത് അതൊന്ന് 9:15. അത് ഞങ്ങൾക്ക് അത്രയും സന്തോഷമായി, കാരണം അത് കഴിഞ്ഞ ആ യാത്ര അവിടെ അവസാനിച്ചു. അപ്പൊ അതൊരു ബുദ്ധിമുട്ട് എന്നുള്ളത് ചിന്ത വന്നു. പക്ഷെ അത് നേരം കൂടുന്തോറും വീട്ടിൽ പോയ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ഞങ്ങൾക്ക് ആ ഒരു പിരിയൽ പോലും വേദനാജനകമായിരുന്നു. പിന്നെ അവിടെ പറയേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന കോട്ടയത്തുള്ള ബിജു സാറിന്റെ അമ്മ നിര്യാതയായി. അപ്പൊ അമ്മയ്ക്ക് എല്ലാവിധ ബാഷ്പാഞ്ജലികളും ആദരാഞ്ജലികളും ഈ നേരത്ത് ഞങ്ങൾ നേരാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. മാസത്തിന്റെ അവസാനമാണ്. ജാനുവാരിയൂസ് എന്നാണ് ജനുവരിയുടെ ദേവന്റെ പേര്. കാരണം അവർക്കും 2 മുഖങ്ങളുണ്ട്, ഒന്ന് പുറകോട്ടും ഒന്ന് മുന്നിലേക്കും തിരിഞ്ഞിരിക്കും. നമ്മുടെ ബാക്കിലുള്ള ദുഃഖങ്ങളൊക്കെ അവിടെ ഇട്ട് ജനുവരിയിലത്തെ പുതിയ പുതിയ സന്തോഷങ്ങൾക്കായി നമുക്ക് ഡിസംബറിൽ തന്നെ വിത്തുകൾ വിതയ്ക്കാം. അതിനുള്ള മുളകൾ മുളയ്ക്കാനുള്ള എല്ലാ വിധത്തിലുള്ള പരിപാടികളും നമുക്ക് ഓക്കെ. അങ്ങനെ കുറെ കാര്യങ്ങള്. സുരാഗ് സാറിനെ കണ്ടിട്ട് ഒത്തിരി പേര് വന്നിട്ട് ഒരു ഫോട്ടോ എന്ന് പറഞ്ഞു വന്നു. എന്നിട്ട് അവര് പറഞ്ഞു ഇത് യൂട്യൂബിൽ കാണുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ സുരാഗ് സാറിന് ഹിന്ദി അറിയാം, അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് അക്രേഷ്യായിരുന്നു അവിടെ, അതായത് അംഗീകരിക്കണ്ടേ ഹിന്ദി അറിയാം എന്നുള്ളത്. അപ്പൊ അറിയാത്ത പോലെ ഇങ്ങനെ അവരെന്താ അങ്ങനെ പറയണേ. അപ്പൊ ഞങ്ങൾ പറയും സാറിന് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുള്ള സാറിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് വന്ന് ഒരു 5 or 6 പേര് ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് ഫോട്ടോ എടുത്തു പോയി. പിന്നെ ഞങ്ങൾക്ക് ഗ്രാൻഡ് ആയിട്ട് വൈറൽ ആവാനായിട്ട് ഞങ്ങളുടെ 12 പേരുടെയും ഒരു അടിപൊളി വീഡിയോ, ഒത്തിരി ഫോട്ടോസ് ഒക്കെ വന്നു. അതിലൊക്കെ ഞങ്ങളൊക്കെ വൈറലായി ഉണ്ടാവും, അത് എല്ലാ ഗ്രൂപ്പുകളിലും വന്നിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഏതായാലും നമ്മുടെ നാട്ടിൽ നമുക്ക് നടത്താൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങള് ഡൽഹിയിൽ പോയിട്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ പൂർത്തീകരിച്ചു. അങ്ങനെ ആഗ്ര ഞങ്ങള് ഇറങ്ങിയില്ല, താജ്മഹൽ ഞങ്ങൾ കണ്ടില്ല. കാരണം ഞങ്ങൾക്ക് താജ്മഹൽ ഒരു വിഷയമേ അല്ലായിരുന്നു അവിടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ താജ്മഹലിനേക്കാൾ വലുത് ഞങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ എല്ലാവരുടെയും ആഗ്രഹം ആ ഫ്രണ്ടിലെ ഇരിക്കുന്ന ആ ബാരിക്കേഡിന് ഫ്രണ്ടിലുള്ള സ്റ്റേജിന്റെ തൊട്ട് അടുത്തായിട്ടുള്ള ആ കുറച്ച് സീറ്റുകളാണ്. അതായത് ചെറിയൊരു അസൂയാവഹമായിട്ടുള്ള ഒരു നോട്ടത്തോടു കൂടി കോർ സ്റ്റാർസ് ആൻഡ് കോർ ലീഡേഴ്സ് ആൻഡ് റൈസിംഗ് കോർ ലീഡേഴ്സ്, ഒത്തിരി വലിയ ലീഡേഴ്സ് നമുക്ക്
സമ്മാനങ്ങളുമായി നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. അവസരങ്ങൾ നമുക്കുണ്ട്. ഇനിത്തെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലാണ്. അത് തെരഞ്ഞെടുക്കണോ വേണ്ടയോ എന്നുള്ളത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. JRC. താങ്ക് യു. ഇത്തരം ഒരു അവസരം തന്നതിന് എല്ലാവർക്കും നന്ദി പറയും.